പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ദ ബജറ്റ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ബജറ്റ് എന്ന ടോപ്പിക്കാണ്. ബജറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ഫിനാൻഷ്യൽ പ്ലാൻ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ ആണ്. ദാറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓവർ എ സ്പെസിഫൈഡ് പീരീഡ്. ഒരു സ്പെസിഫൈഡ് പീരീഡിലേക്കുള്ള ഇൻകം എക്സ്പെൻഡിച്ചറും എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ പ്ലാൻ ആണ്. ഒരു സ്പെസിഫിക് പീരീഡ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ ആണ്. ഇറ്റ് സെർവ്സ് ആസ് എ ബ്ലൂ പ്രിന്റ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഒരു സ്ഥാപനത്തിന്, ഒരു ഗവൺമെന്റിന്റെ, ഒരു രാജ്യത്തിന്റെ, ഒരു എക്കോണമിയുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ബ്ലൂ പ്രിന്റ് ആണ്. എൻഷുർ ദ എഫിഷ്യന്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ് അലോക്കേഷൻ എഫിഷ്യന്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യും. എന്തിനു വേണ്ടി? ടു അച്ചീവ് എക്കണോമിക് ആൻഡ് പോളിസി ഒബ്ജക്റ്റീവ്. ഇതിന് പല രീതിയിലുള്ള ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് ഡെഫിനിഷൻ എന്ന് വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ ഇതെന്ന് പറയുന്നത് അടുത്ത നെക്സ്റ്റ് പീരീഡിലേക്കുള്ള, നമ്മൾ ബജറ്റ് അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവതരിപ്പിക്കുന്ന ബജറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പീരീഡിലേക്കുള്ള ബജറ്റാണ്. ആ ഇതിലേക്കുള്ള ഇൻകം ഏതൊക്കെ രീതിയിലാണ്, എക്സ്പെൻഡിച്ചർ ഏതൊക്കെ രീതിയിലാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബജറ്റ് എന്ന് പറയുന്നത്. ബജറ്റ് ഈസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ബജറ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് പ്രൊജക്ട് ഫ്യൂച്ചർ ഇൻകം. അതിനെ പ്രൊജക്ട് ചെയ്യുന്നത് എന്താണ്? ഫ്യൂച്ചറിലേക്കുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓവർ ഡിഫൈൻഡ് പീരീഡ്. ഒരു ഡിഫൈൻഡ് പീരീഡിലേക്കുള്ള. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബജറ്റ് എന്നുള്ള ടേം പറഞ്ഞിട്ടില്ല, എന്നാലും അതിൽ പറയുന്നുണ്ട് ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ എസ്റ്റിമേറ്റഡ് റെസിപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ് ഫോർ എ ഫിനാൻഷ്യൽ ഇയർ. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണിത്. ഇത് എസ്റ്റിമേറ്റ് ചെയ്യുന്ന റെസിപ്റ്റ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റിന്റെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന വരുമാനവും എക്സ്പെൻഡിച്ചറിന്റെയും ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബജറ്റ് എന്ന് ബജറ്റ് എന്ന് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബജറ്റ് അവതരിപ്പിച്ചു. ഇപ്പോൾ അവതരിപ്പിച്ച ബജറ്റ് ഫെബ്രുവരി 1 ആണ് ഇന്ത്യയിൽ ഇപ്പോൾ ബജറ്റ് അവതരിപ്പിക്കാനുള്ളത്. ഫെബ്രുവരി 1 അവതരിപ്പിക്കുന്ന ബജറ്റ് എന്താണ്? നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലേക്കാണ്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ എന്നാണ് അടുത്ത ഏപ്രിൽ 1 മുതൽ നെക്സ്റ്റ് മാർച്ച് 31 വരെയുള്ള ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള എത്രയാണ് വരുമാനം, എത്രയാണ് എക്സ്പെൻഡിച്ചർ, അത് അടങ്ങിയിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ഗവൺമെന്റ് ബജറ്റ് എന്ന് പറയുന്നത്. എക്കണോമിക് ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത് എ ക്വാണ്ടിറ്റേറ്റീവ് പ്ലാൻ ഫോർ അക്വയറിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് റിസോഴ്സ്. ഒരു ക്വാണ്ടിറ്റേറ്റീവ് പ്ലാൻ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? അക്വയർ ചെയ്യാം, അത് അല്ലെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാം. അക്വയർ ചെയ്തത് അത് യൂട്ടിലൈസ്, എന്ത്? റിസോഴ്സ് ഓവർ എ സ്പെസിഫൈഡ് ടൈം പീരീഡ്. സാമ്പിൾസും നോർത്തസും പറഞ്ഞതാണ്. ഇനി നമ്മൾ ഇതിൽ ഫീച്ചേഴ്സ് വിശദമായിട്ട് അടിയിൽ പറയുന്നുണ്ട്. ഇന്ത്യയിൽ ബജറ്റ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ബജറ്റ് എന്നുള്ള ടേം യൂസ് ചെയ്യുന്നില്ല. ആർട്ടിക്കിൾ 112 പറയുന്നുണ്ട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മസ്റ്റ് ലേ ബിഫോർ ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്. പാർലമെന്റിലെ ബോത്ത് ഹൗസിൽ, ലോകസഭയിലും രാജ്യസഭയിലും എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ എസ്റ്റിമേറ്റഡ് റെസിപ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ ഇയർത്തത് മുന്നിൽ വെക്കണം. ഇതിനെ നമ്മൾ പറയാം ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതാണ് ഇറ്റ് ഈസ് എ കോർ ഓഫ് ദ യൂണിയൻ ബജറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ബജറ്റിന്റെ കോർ എന്ന് പറയുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ദ ബജറ്റ് ഇൻ ഇന്ത്യ റെഫേഴ്സ് ടു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ഗവൺമെന്റ് വിച്ച് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റഡ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ എ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റവന്യൂന്റെയും എക്സ്പെൻഡിച്ചറിന്റെയും സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് പ്രസന്റ് ചെയ്യാറുള്ളത് ഫിനാൻസ് മിനിസ്റ്റർ ആണ്. പാർലമെന്റിലാണ് ഇത് പ്രസന്റ് ചെയ്യാറുള്ളത്. ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1st ഏപ്രിൽ ടു 31st മാർച്ച് വരെയാണ്. യൂണിയനും സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ ഇതുപോലെയാണ് ബജറ്റ് അവതരിപ്പിക്കാറുള്ളത്. ഈ ഇന്ത്യയിലെ ലോക്കൽ ബോഡിയും ഇത് പ്രസന്റ് ചെയ്യാറാണ്. ദിസ് മീൻസ് ഈച്ച് ഫിനാൻഷ്യൽ സ്പാൻ 2 കലണ്ടർ, 2 കലണ്ടറുകളിൽ അടങ്ങിയിരിക്കുന്നതാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 2025 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31, 2 കലണ്ടറിൽ അടങ്ങിയിരിക്കുന്ന ഭാഗങ്ങളാണ്. ഏപ്രിൽ മാർച്ച് ഫിനാൻഷ്യൽ ഇയർ വാസ് ഇൻട്രൊഡ്യൂസ് 1860. അതിനു മുമ്പ് 1st മെയ് മുതൽ ഏപ്രിൽ 30 വരെ ആയിരുന്നു. ഇത് ആരുടെ LK ജാ കമ്മിറ്റി പ്രകാരമാണ് ഇത് മാറ്റം വരുത്തിയിട്ടുള്ളത്. ഇത് യൂണിയൻ ബജറ്റ് ഇന്ത്യയിൽ ഇപ്പോൾ പ്രസന്റ് ചെയ്യാൻ ഫെബ്രുവരിയിലാണ്. ആദ്യം ഇത് ഫെബ്രുവരിയിലെ ലാസ്റ്റ് വർക്കിംഗ് ഡേയിലായിരുന്നു ഇത് പ്രസന്റ് ചെയ്യുന്നത്. 2017 1st ഫെബ്രുവരിയിലേക്ക് ഇത് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബജറ്റ് ഇന്ത്യയിലുണ്ട്. യൂണിയൻ ബജറ്റ്, ഇത് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇത് അവതരിപ്പിക്കാറുള്ളത്. ഇത് പ്രസന്റ് ചെയ്യാനുള്ള സെൻട്രൽ ഗവൺമെന്റ് ബജറ്റ് ആണ്. ഇന്ത്യയിൽ മുൻപ് മോദി ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് 2 ബജറ്റ് ഉണ്ടായിരുന്നു. ഫിനാൻസ് ബജറ്റും ഉണ്ടായിരുന്നു, റെയിൽവേ ബജറ്റിന്. ഇപ്പൊ റെയിൽവേയും ഫിനാൻസ് ബജറ്റും ഒരുമിച്ചാണ് സെൻട്രൽ ഗവൺമെന്റ് പ്രസന്റ് ചെയ്യാറുള്ളത്. സ്റ്റേറ്റ് ബജറ്റ് അത് ഇൻഡിവിജ്വൽ സ്റ്റേറ്റ് ആണ് ഇത് പ്രസന്റ് ചെയ്യാറുള്ളത്. ലോക്കൽ ബജറ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ, പഞ്ചായത്ത്, ലോക്കൽ ബോഡീസ് ആണ് ഇത് പ്രസന്റ് ചെയ്യാറുള്ളത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ബജറ്റ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇത് ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആണ്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നെക്സ്റ്റ് ഭാഗങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ബജറ്റിന്റെ ഒന്നാമത്തെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ബജറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ക്യാഷ് ബേസിസ്. ക്യാഷ് ബേസിസിലാണ് ബജറ്റ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. The government prepare the budget on cash basis, meaning it record only actual cash transaction that occur within
ദ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒക്കർ ചെയ്യുന്ന ആക്ച്വൽ ആയിട്ടുള്ള ക്യാഷ് രൂപത്തിലാണ് ഇത് പറയാറുള്ളത്. 1000 രൂപ, 10000 രൂപ. ഫ്യൂച്ചർ റിസീവബിൾ ഓർ പേയബിൾ ആർ നോട്ട് അക്കൗണ്ടഡ് ഫോർ ഇൻ ദ ബജറ്റ്. ഫ്യൂച്ചറിൽ നമ്മൾ എത്ര കളക്ട് ചെയ്യും, റിസീവ് ചെയ്യും, എത്ര പെൻഡ് ചെയ്യും, സബ്സിഡി ഒക്കെ, അതൊന്നും ഇതിൽ ഉൾക്കൊള്ളില്ല. ഇത് ഒരു വർഷത്തേക്കുള്ള ക്യാഷ് ബേസിസ് ആയിട്ടുള്ള. ദിസ് എൻഷുർ ക്ലാരിറ്റി ആൻഡ് അവോയ്ഡ് സ്പെക്കുലേറ്റീവ് എസ്റ്റിമേറ്റ്. വളരെ കൃത്യമായിട്ട് ക്ലാരിറ്റി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ് എസ്റ്റിമേഷന് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. If the government sell a piece of land but the payment is scheduled for next year, the revenue is not included in the current year budget. ഗവൺമെന്റ് ഒരു ലാൻഡ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിന്റെ പേയ്മെന്റ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലാണെങ്കിൽ അത് ഈ ബജറ്റിൽ ഉൾക്കൊള്ളില്ല. റൂൾ ഓഫ് ലാപ്സ് രണ്ടാമത്തെ ഫീച്ചർ ആണ്. അറ്റ് ദ എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ എനി അൺയൂട്ടിലൈസ്ഡ് ഫണ്ട്സ് ലാപ്സ് ആൻഡ് കനോട്ട് ബി ക്യാരിഡ് ഫോർവേഡ്. ഒരു ഫണ്ട് പ്രസന്റ് ചെയ്തു ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, അത് എന്ത് ചെയ്തില്ല, യൂട്ടിലൈസ് ചെയ്തില്ല. അപ്പൊ എന്ത് ചെയ്ത്, അൺയൂട്ടിലൈസ്ഡ് ഫണ്ടാണ്, അത് ലാപ്സ് ആയി പോകും. അത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് അത് വെക്കില്ല. ദി ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് റിക്വസ്റ്റ് ഫ്രഷ് അലോക്കേഷൻ ഇൻ ദ നെക്സ്റ്റ് ബജറ്റ്. അത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഫണ്ട് ഫ്രഷ് അത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് വെക്കാൻ പാടില്ല, അത് ലാപ്സ് ആയി പോകും. ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം, ഓരോ അടുത്ത വർഷത്തേക്കുള്ള ഫ്രഷ് അലോക്കേഷൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റുകളാണ്. ദിസ് എൻഷുർ അക്കൗണ്ടബിലിറ്റി ആൻഡ് പ്രിവെന്റീവ് ഇൻഎഫിഷ്യന്റ് ഫണ്ട് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ കൃത്യമായിട്ട് അക്കൗണ്ടബിലിറ്റി ആണ്. വളരെ കൃത്യമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് ഫണ്ട് ഇതുകൊണ്ട് അലോക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് അവിടെ പിടിച്ചു വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, പ്രിവെന്റ് ഇൻഎഫിഷ്യന്റ് ഫണ്ട് ഹോൾഡിംഗ് ഒക്കെ ഇത് പ്രിവെന്റ് ചെയ്യും. ഓക്കെ, ഈ വർഷം 500 കോടി രൂപ അലോക്കേറ്റ് ചെയ്യും റൂറൽ ഡെവലപ്മെന്റ് പ്രൊജക്ടിന്. പക്ഷെ 400 കോടിയാണ് സ്പെൻഡ് ചെയ്തത്. റിമൈനിങ് 100 കോടി എന്ത് ചെയ്യില്ല, നെക്സ്റ്റ് ഇയറിലേക്ക് ഇതെന്ത് ചെയ്യില്ല, വെക്കില്ല, ലാപ്സ് ആയി പോകും. എന്ത് ചെയ്യണം, നെക്സ്റ്റ് ഇതിൽ റീ അപ്രൂവ് ചെയ്ത് വരണം. ഓക്കെ, ഇനി റിയലിസ്റ്റിക് എസ്റ്റിമേഷൻ. ദ ബജറ്റ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ അക്യുറേറ്റ് ആയിരിക്കണം. ഡാറ്റ ഡ്രിവൺ റവന്യൂ എക്സ്പെൻഡിച്ചർ ഫോർകാസ്റ്റ്. എന്തായിരിക്കണം, ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ എത്രയാണ് റവന്യൂ വരാനുള്ളത്, എത്രയാണ് എക്സ്പെൻഡിച്ചർ എന്നുള്ള അതിന്റെ ഫോർകാസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള എസ്റ്റിമേഷൻ ആയിരിക്കും. ഓവർ എസ്റ്റിമേഷൻ ലീഡ്സ് ടു ഡെഫിസിറ്റ്. ഓവർ ആയിട്ടുള്ള എസ്റ്റിമേഷൻ നടത്തി കഴിഞ്ഞാൽ ഡെഫിസിറ്റിലേക്ക് നയിക്കും. വൈൽ അണ്ടർ എസ്റ്റിമേഷൻ കോസസ് അണ്ടർ ഫണ്ടിങ് ഓഫ് ദ ക്രിട്ടിക്കൽ പ്രോഗ്രാം. അണ്ടർ എസ്റ്റിമേഷൻ ആണെങ്കിൽ ക്രിട്ടിക്കൽ പ്രോഗ്രാമിലേക്ക് അണ്ടർ ഫണ്ടിങ് ഉണ്ടാവുകയുള്ളൂ. ഫാക്ടേഴ്സ് കൺസിഡേർഡ് ഇൻക്ലൂഡ് GDP ഗ്രോത്ത്, ഇൻഫ്ലേഷൻ, ടാക്സ് കളക്ഷൻ, ഗ്ലോബൽ എക്കണോമിക് കണ്ടീഷൻ. ഇത് ഫണ്ട് റിയലിസ്റ്റിക് എസ്റ്റിമേഷന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ GDP ഗ്രോത്ത് നോക്കണം, ഇൻഫ്ലേഷൻ നോക്കണം, സാധനങ്ങളുടെ വില കൂടുന്നൊക്കെ നോക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുക. ടാക്സ് എത്രയാണ് കളക്ട് ചെയ്യുന്നത്, ഗ്ലോബൽ എക്കണോമിക് കണ്ടീഷനും നോക്കണം. If GDP growth is projected 7%, the government must ensure tax revenue and expenditure align with this projection. ഈ പ്രൊജക്ടിന്റെ 7% GDP ഗ്രോത്ത് രാജ്യത്തെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ടാക്സ് റവന്യൂവും എക്സ്പെൻഡിച്ചറും അതൊക്കെ എൻഷുർ ചെയ്യേണ്ടത്. ഇനി അടുത്ത് ബജറ്റ് ടു ബി ഗ്രോസ് ഓർ നെറ്റ് ബേസിസ്. ബജറ്റ് എന്തായിരിക്കും, ബജറ്റ് എസ്റ്റിമേഷൻ ആർ പ്രസന്റ് ഓൺ ഗ്രോസ് ബേസിസിലായിരിക്കണം ബിഫോർ എനി ഡിഡക്ഷൻ ഓർ റിക്കവറി. ഡിഡക്ഷൻ നടത്തുന്നതിന് മുമ്പുള്ള ഗ്രോസ് ബേസിസിലായിരിക്കണം. ഫോർ സം സ്പെസിഫിക് ഐറ്റംസ് നെറ്റ് ബജറ്റ് മേ ബി യൂസ്ഡ്. സെൽഫ് ഫിനാൻസിങ് പ്രൊജക്റ്റുകളൊക്കെ എന്തായിരിക്കണം, നെറ്റ് ബജറ്റ് മേ ബി യൂസ് ചെയ്യാറുണ്ട്. ഗ്രോസിലായിരിക്കണം ഉണ്ടായിരിക്കും. ബിഫോർ ഡിഡക്ഷൻ ഒക്കെ ഒഴിവാക്കിയിട്ട് അതിന് മുമ്പുള്ളതായിരിക്കണം ഉണ്ടായിരിക്കണം. ദിസ് പ്രൊവൈഡ് ഗ്രേറ്റർ ട്രാൻസ്പെറൻസി. ഇതെന്തായിരിക്കണം, ഗ്രേറ്റർ ട്രാൻസ്പെറൻസി നൽകും. ഇഫ് എ റെയിൽവേ പ്രൊജക്ട് കോസ്റ്റ് 10,000 crore but generate 2,000 crore in ticket revenue, the gross expenditure is 10,000 crore and the net expenditure is 8,000 crore. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രോസ് എന്ന് പറയുന്നത് എത്രയാണ് ഉള്ളത്, അതിന് ഡിഡക്ഷൻ ഒഴിവാക്കാതെ ഉള്ളതാണ്. 10,000 കോടിയാണ് റെയിൽവേക്ക് പ്രൊജക്ടിന് വേണ്ടിയിട്ട് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഗ്രോസ് എക്സ്പെൻഡിച്ചർ എത്ര, 10,000 കോടി. പക്ഷെ 2,000 കോടി ടിക്കറ്റിലൂടെ നമുക്ക് റവന്യൂ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നെറ്റ് എക്സ്പെൻഡിച്ചർ എത്ര, 8,000 കോടി. 10,000 ഡിഡക്ട് ചെയ്തിട്ടാണ് വരിക. ഗ്രോസ് ബഡ്ജറ്റിംഗ് പ്രിവെന്റ് അണ്ടർ റിപ്പോർട്ടിംഗ് ഓഫ് എക്സ്പെൻഡിച്ചർ. ഗ്രോസ് ബഡ്ജറ്റിംഗ് എന്ത് ചെയ്യും, അണ്ടർ റിപ്പോർട്ടിംഗ് ഓഫ് എക്സ്പെൻഡിച്ചർ പ്രിവെന്റ് ചെയ്യും, ബട്ട് മേ സംടൈം എക്സഗ്രേറ്റ് ആക്ച്വൽ ഫിനാൻഷ്യൽ ബേർഡൻ. ഇനി അടുത്ത് ഫോം ഓഫ് എസ്റ്റിമേറ്റ്സ് ടു കറസ്പോണ്ട് വിത്ത് അക്കൗണ്ട്. ബജറ്റ് ഫിഗർ മസ്റ്റ് മാച്ച് ഗവൺമെന്റ് അക്കൗണ്ടിംഗ് ക്ലാസിഫിക്കേഷൻ. ഗവൺമെന്റിന്റെ അക്കൗണ്ടിംഗ് ക്ലാസിഫിക്കേഷനിൽ മാച്ച് ചെയ്യണം ബജറ്റിന്റെ ഫിഗർ ടു അലോ ഈസി ഓഡിറ്റിംഗ് ആൻഡ് വെരിഫിക്കേഷൻ. അതെന്ത് ചെയ്യും, അതിലൂടെയാണ് എന്ത് ചെയ്യുക, ഈസി ആയിട്ട് ഓഡിറ്റിംഗും വെരിഫിക്കേഷനും അലോ ചെയ്യും. ദ ഫോർമാറ്റ് ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഷുഡ് ബി കൺസിസ്റ്റന്റ് വിത്ത് ഗവൺമെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ബജറ്റിന്റെ എസ്റ്റിമേറ്റിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഷുഡ് ബി കൺസിസ്റ്റന്റ് ആയിരിക്കും വിത്ത് ഗവൺമെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ദിസ് എൻഷുർ ക്ലാരിറ്റി ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇതിന് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് ക്ലാരിറ്റി നൽകും ആൻഡ് പ്രിവെന്റ് ഡിസ്ക്രിപ്പൻസി. എക്സാമ്പിൾ, ഇഫ് ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ റിസീവ് 10,000 crore under the സർവ ശിക്ഷ അഭിയാൻ,
The expenditure must reflect the same budget head in account and audit report. 10,000 കോടി സർവ്വശിക്ഷാ അഭിയാനിലൂടെ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൽ വളരെ കൃത്യമായിട്ട് ഈ ഹെഡിങ്ങിൽ തന്നെ ആയിരിക്കണം അതിൽ വരുത്തേണ്ടത്. എസ്റ്റിമേറ്റ് ടു ബി ഡിപ്പാർട്ട്മെന്റ് ബേസിസ്. ഗവൺമെന്റ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാത്ത ബഡ്ജറ്റ് ഈസ് പ്രിപ്പയർഡ് ഡിപ്പാർട്ട്മെന്റ് വൈസ്. ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസിലാണ്. മീനിങ് ഈച്ച് മിനിസ്ട്രി സബ്മിറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് റെസിപ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ സെപ്പറേറ്റ്ലി. ഓരോ ഡിപ്പാർട്ട്മെന്റും എന്ത് ചെയ്യണം, ഗവൺമെന്റിന് കീഴിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ആ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഇതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ട് അവരുടെ എസ്റ്റിമേറ്റഡ് റെസിപ്റ്റ് എന്ത്, അടുത്ത വർഷം വരെ പ്രതീക്ഷിക്കുന്ന വരുമാനം എന്ത്, എത്രയാണ് പ്രതീക്ഷിക്കുന്ന എക്സ്പെൻഡിച്ചർ എന്നുള്ളത് കണക്ക് സബ്മിറ്റ് ചെയ്യണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബജറ്റ് എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് എൻഷുർ ഫണ്ട് ആർ അലോക്കേറ്റഡ് ആസ് പെർ സെക്ടറൽ പ്രിയോറിറ്റി. ആ സെക്ടറിന്റെ പ്രിയോറിറ്റിക്ക് അടിസ്ഥാനത്തിലാണ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് ജസ്റ്റിഫൈ ദെയർ ഡിമാൻഡ് വിത്ത് പ്രോപ്പർ പോളിസി ഒബ്ജക്റ്റീവ് ആൻഡ് എക്സ്പെക്ടഡ് ഔട്ട്കം. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഇത്രയാണ് ഫണ്ട് വേണ്ടത് എന്ന് പറയുമ്പോൾ അത് ജസ്റ്റിഫൈ ചെയ്യണം. രാജ്യത്തിന്റെ പോളിസി ഒബ്ജക്റ്റീവിന്റെയും അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കത്തിന്റെയും ബേസിൽ ഇത് കൃത്യമായിട്ട് പറയണം. ഒരു എക്സാമ്പിൾ, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ഗെറ്റ് സെപ്പറേറ്റ് ബഡ്ജറ്റ് ഫോർ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ഫാമിംഗ് സബ്സിഡി. സെപ്പറേറ്റ് ആയിട്ടുള്ള ബജറ്റിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഭാഗം ഉണ്ടാവും, റൂറൽ ഡെവലപ്മെന്റ്, ഫാമിംഗ് സബ്സിഡി, അങ്ങനെ ഓരോന്നിനും ഓരോ ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ആനുവൽ നേച്ചർ ഓഫ് ബജറ്റ്. ദ ബജറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ വൺ ഫിനാൻഷ്യൽ ഇയർ. ഓരോ ബജറ്റും ഒരു ആനുവൽ ബേസിലാണ്, ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്കാണ്. ദിസ് ഹെൽപ്സ് ദ ഗവൺമെന്റ് അസസ് എക്കണോമിക് പെർഫോമൻസ്. എക്കണോമിക് പെർഫോമൻസ് വളരെ കൃത്യമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. മോഡിഫൈ പോളിസി ആനുവൽ, ഓരോ വർഷവും എന്ത് ചെയ്യാൻ പറ്റും, വരുത്തേണ്ട പോളിസിയിൽ വരുത്തേണ്ട മോഡിഫിക്കേഷൻ വരുത്താൻ കഴിയും. സം പ്രൊജക്ട് റിക്വയർ മൾട്ടി ഇയർ ഫണ്ടിങ്. ചിലതിന് എന്ത് ചെയ്യാൻ മൾട്ടി ഇയർ ഫണ്ടിങ് വേണ്ടി വരും. ഓക്കെ, ദ ബജറ്റ് ഈസ് ബാക്ക് ബോൺ ഓഫ് ഗവൺമെന്റ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഗവൺമെന്റ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ബാക്ക് ബോൺ ആണ് ബജറ്റ് എന്ന് പറയുന്നത്. എൻഷുറിംഗ് എഫിഷ്യന്റ് റിസോഴ്സ് അലോക്കേഷൻ, എക്കണോമിക് സ്റ്റെബിലിറ്റി, പോളിസി ഇംപ്ലിമെന്റേഷൻ. ബൈ അഡയറിംഗ് ടു ദിസ് പ്രിൻസിപ്പൽ ദി ഗവൺമെന്റ് എൻഷുർ അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി ആൻഡ് ഫിസിക്കൽ ഡിസിപ്ലിൻ. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റ് ബജറ്റ് എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ബജറ്റ്, ആ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ബാക്ക് ബോൺ ആണ്. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ബജറ്റുകൾ അവതരിപ്പിക്കാറുള്ളത്. ഓക്കെ, ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.